വിശദമായ വാർത്തയിലേക്ക്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി നിർദ്ദേശിക്കുമെന്ന കെ സുധാകരന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ എം പി. കെ സുധാകരനെ പോലുള്ള വലിയ നേതാവിനെ എനിക്ക് ഉപദേശിക്കാൻ കഴിയുമോ എന്നും ഷാഫി. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡാണെന്ന് ഷാഫി ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനം പാർട്ടിയുടേത് തന്നെയായിരിക്കും. ഒരു കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുണ്ടാവുക. വീട്ടിൽ പോയി ചോദ്യം ചോദിക്കാൻ പറഞ്ഞവരെ ജനം ഇത്തവണ വീട്ടിലിരുത്തുമെന്നും മുഖ്യമന്ത്രിയുടെ പരാമർശത്തെക്കുറിച്ച് ഷാഫി പരിഹസിച്ചു. ബിജെപിയെ പാലക്കാട് തോൽപ്പിക്കുന്നത് UDF ആണ്. ഞങ്ങളുടെ മേലെ അത്തരം ഒരു ആരോപണം വെച്ച് ഞങ്ങൾ എന്തെങ്കിലും ഡീലുണ്ടാക്കുക, അവരെ ജയിപ്പിക്കാൻ വേണ്ടി ഡീലുണ്ടാക്കാൻ പറ്റും. ഞങ്ങൾക്ക് ജയിക്കാനല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. രാഹുലിനെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിച്ചപ്പോൾ പോലും പറഞ്ഞ എന്താ, ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാടാണെങ്കിൽ UDFനെ BJPയെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ തോൽപ്പിക്കുന്ന ഞങ്ങൾ ഡീലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കുമോ? അതൊരിക്കലും ജനം വിശ്വസിക്കില്ല. പിന്നെ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അന്നും പറഞ്ഞല്ലോ, നമ്മളൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ജനങ്ങളുമായിട്ടാണ്. ആ ഡീലിൽ ഞങ്ങൾ ജയിച്ചു വരും. ആ പറയുന്ന കാര്യങ്ങൾക്ക് ഇനി മറുപടി പറയേണ്ട കാര്യമില്ല. അത് ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിന് അവർ പോലും വില വെക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇതിനു മുമ്പ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോൾ ഇതേ ടോണിലല്ലേ സംസാരിച്ചത്? റെക്കോർഡ് ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്? എന്നേക്കാൾ ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്? അപ്പൊ ഇത് ഇത്ര ഒരു വിലയില്ലാത്ത ആരോപണങ്ങൾ, ഒരു വസ്തുതയില്ലാത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ പറയുന്നതൊക്കെ BJPക്ക് വേണ്ടിയാണ്. പക്ഷെ BJP ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്നുള്ളത് അറിയാവുന്നവർ, അടിയുറച്ച് പറയേണ്ടവർ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി എന്ന് പറയാം. അപ്പൊ അതിന്റെ അർത്ഥം ഇവർ ജയിക്കുന്നെങ്കിൽ അവർക്ക് പറഞ്ഞു. അപ്പൊ ഒരു കാരണവശാലും നടപടി ഇത് ആദ്യമായിട്ട് പറയുന്നതല്ല. ഞാനിവിടെ മത്സരിക്കാൻ വന്ന സമയം തൊട്ട് ഞാൻ കേൾക്കുന്നത്. പക്ഷെ ഓരോ തവണ അവർ പറയുമ്പോഴും BJPയെ തോൽപ്പിക്കുന്നത് ഞങ്ങളാണ്, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് അത് ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭരണത്തിന്റെ ഒരു ധാർഷ്ട്യം തലക്കടിച്ചത് കൊണ്ടാണ്. ആ ധാർഷ്ട്യം കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരെ ജനം വീട്ടിലിരുത്തുന്ന തെരഞ്ഞെടുപ്പായി. UTV ന്യൂസ്, പാലക്കാട്.